ഏട്ടൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എൻ്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് രണ്ടുപേർക്കും കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ജോളി സിൽക്സിൽ നിന്ന് ഞാൻ നല്ലൊരു സിൽക്ക് സാരിയാണ് അമ്മയ്ക്ക് മേടിച്ചത്. അപ്പോൾ സാരിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അതാണ് ഇപ്പോൾ കാണുന്നത്. ഈ സാരിയുടെ ഫുൾ ബോഡി ഡിസൈൻ വന്നിട്ട് കോപ്പർ ടിഷ്യൂയിലാണ് ചെയ്തേക്കുന്നത്. അത് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഷൈനിങ്ങും. പ്രത്യേകിച്ച് അത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബോർഡർ വരുന്നത് കോൺട്രാസ്റ്റ് കളർ ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ എന്തുകൊണ്ട് ഭംഗി കിട്ടുന്നുണ്ട്. എനിക്ക് ഈ ഒരു സാരി ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ മേടിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ അച്ഛന് ഒരു ഷർട്ടിൻ്റെ മെറ്റീരിയലും ഒരു ധോത്തിയും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കേക്കും കൂടെ മേടിച്ച് കട്ട് ചെയ്യണമെന്ന് എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വന്നത് JSMലാണ് കേട്ടോ, അയത്തിൽ JSMൽ. അപ്പോഴത്തേക്ക് സൂതി നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്കറിക്ക് ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോഴത്തേ ഞാൻ അന്വേഷിച്ച് വന്ന വൈറ്റ് ഫോറസ്റ്റ് ആണ്, പക്ഷേ ഈ സമയത്ത് അതൊന്നും കിട്ടിയില്ല. അപ്പം ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ ഞാനതിൽ പേര് ഇതൊക്കെ എഴുതാൻ വേണ്ടി ആനിവേഴ്സറിയുടെ ലെറ്റർ വേർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് മുകളിലോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം പാക്കിങ് ചെയ്തു. അപ്പം നേരെ ഞാനങ്ങ് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ നേരെ വന്നിട്ട് ഞാൻ വന്നപ്പോൾ അമ്മ നിന്ന് കുറച്ചൊക്കെ കഴിഞ്ഞാണ് കേക്ക് കട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഉള്ള ആ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ സൂതിയും മടിയിലിരുത്തിയിട്ട് രണ്ടാളും കൂടെ ഭയങ്കര ഹാപ്പി ആയെന്ന് എന്നോട് പറഞ്ഞു. കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു ഞാൻ കേക്ക് മേടിച്ചോണ്ടിരുന്നത്. എല്ലാ പ്രാവശ്യവും ഞാൻ ഡ്രസ്സൊക്കെയാണ് കൊടുക്കാറ്, ഒരു തവണ മാത്രമേ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം കേക്ക് കൊണ്ടുവരുന്നൊന്നും അവർ തന്നെ ചിന്തിക്കുന്നില്ല, അവരെന്നെ മറന്നുപോയി വെഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം തന്നെ. അപ്പോൾ ഏട്ടനും അത് ഓർത്തില്ല. അപ്പം ഞാൻ അത് കൊണ്ടുവന്നപ്പോഴാണത് ഓർത്തത്. അപ്പോൾ അവരൊക്കെ ഭയങ്കര സന്തോഷമായി. പക്ഷെ സൂതി മടിയിലൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. സൂതിക്ക് അങ്ങ് ഇറങ്ങിക്കൊള്ളാൻ വയ്യാത്ത വെപ്രാളാണ്. ആ കേക്ക് കൈ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ചവിട്ടി തെറ്റും അവൾ. ഞാനും കേക്ക് ഒരു ചെറിയ പീസാക്കിയിട്ട് അമ്മയുടെ അച്ഛൻ്റെ വായി വെച്ച് കൊടുക്കാമെന്ന് കരുതി. കണ്ടില്ലേ, സൂതി അടങ്ങിയിരിക്കത്തില്ല. സൂതി ഞാൻ വീട്ടിൽ വിളിക്കുന്ന ചെല്ലപ്പേരാണ് സൂതി എന്ന്. അവനെ വീട്ടിൽ കേശു എന്നാണ് വിളിക്കുന്നത്. അമ്മമാർക്ക് ഓരോ പേര് കാണുമല്ലോ മക്കൾക്ക് വിളിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ അച്ഛന് കൊടുത്തു, പിന്നീട് ഞാൻ അമ്മയ്ക്കും കൂടെ വെച്ച് കൊടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കേക്ക്. നല്ല ടേസ്റ്റായിരുന്നു JSMൽ. ഞാൻ എല്ലാ കൊല്ലവും ഞാൻ JSMയിൽ നിന്നാണ്, ക്രിസ്മസിനായാലും ഇങ്ങനെ ഓരോ ആഘോഷങ്ങൾക്കായാലും ഒക്കെ JSMയിൽ നിന്ന് മേടിക്കും. അച്ഛൻ്റെ സന്തോഷം കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കലാപരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആണല്ലോ മെയിൻ എടുക്കാറ്. സൂതി അതിൻ്റെ ഇടയ്ക്ക് കാല് വെച്ച് ചവിട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി, നമുക്ക് ആഹാരമൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ അവൻ താഴോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അതിന് മുമ്പേ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു, നല്ല ആവി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇവൻ്റെ ഒരു സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ കട്ടിലേക്ക് കയറി നിന്നിട്ട് ആ ഒരു സൈഡിൽ സ്വിച്ച് ഉണ്ടല്ലോ, സ്വിച്ച് ഇടും, ഫാൻ ഓഫ് ചെയ്യും, ലൈറ്റ് ഓഫ് ചെയ്യും, പിന്നെയും ഓൺ ചെയ്യും. ഇതൊക്കെ തന്നെ കലാപരിപാടികൾ. അപ്പോൾ തന്നെ നമ്മൾ ആഹാരം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തു നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ അങ്ങ് വരുത്താം. അങ്ങനെ നമ്മൾ ബിരിയാണിയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ, ബീഫിൻ്റെ ബിരിയാണി. ഇവിടെ നമുക്ക് എല്ലാവർക്കും ബീഫിൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതാണ് മേടിച്ചൊന്ന് കഴിക്കാമെന്ന് കരുതിയത് കേട്ടോ. നല്ല സൂപ്പ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബിരിയാണി കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാതെ എങ്ങനെയാണ് വിടുന്നത്. അപ്പോൾ സ്ഥിരം കലാപരിപാടികൾ തന്നെ. ബീഫൊക്കെ എടുത്ത് ഞാൻ കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ കഴിക്കുന്നതുകൊണ്ട് അധികം വലിയ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഞാനൊന്ന് കാലൊക്കെ കഴുകി വന്നിട്ട് ഞാൻ സൂതിയെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ അനക്കം കേൾക്കുന്നുണ്ട്. അച്ഛനമ്മയും വെളിയിലുണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും അവൻ എന്തെടുക്കുക എന്നുള്ള ഒരു ഇതിൽ ഞാൻ അങ്ങോട്ടൊന്ന് വെളിയിൽ ഇറങ്ങി ചെന്നെയാണ്. അപ്പോൾ അവിടെ വേറെ 2-3 ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ അവൻ അപ്പോഴത്തെ കൊച്ചിൻ്റെ കയ്യിലിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് വെച്ചിട്ട് പൈപ്പ് എന്ന് വെച്ചാൽ ഇവിടെ വീട്ടിലും ഇത് സെയിം സിറ്റുവേഷൻ തന്നെ. കാരണം ഈ പൈപ്പിനകത്ത് പിരിച്ച് ആ വെള്ളം എടുക്കുകയാണ് കേട്ടോ. പറയുന്നതിന് വഴക്കുറയാണ്, അവനെ വിളിക്കുന്നതിന് അവൻ വഴക്കുറയാണ്. പിന്നെ അവൻ്റെ കലാപരിപാടി കളി ചിരി, അവൻ്റെ ഓരോ
ഒരു ബോൾ കിട്ടി അതും കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ സാരി കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ആ സാരി ഇഷ്ടപ്പെട്ടു. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ച സാരിയായിരുന്നു. അതുപോലെ തന്നെ അച്ഛനും ഇഷ്ടമായി. അപ്പോൾ എനിക്കത് ചോദിക്കുന്ന ഒരു വീഡിയോ, ആ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.